അതുപോലെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കുറക്കാൻ വേണ്ടി പല സാധനങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾ സംശയങ്ങളൊക്കെ ഞാൻ മാസങ്ങൾക്ക് സമയത്ത് കൂടുതൽ പറയാം. അതിനുശേഷം പാർക്ക് ചെയ്യും. അപ്പൊ റൺവേ ഏരിയയിൽ നിന്ന് മാറിയിട്ട് ടാക്സി ട്രാക്ക് വഴി എവിടെ പാർക്ക് ചെയ്യും. ഈ പറഞ്ഞ കാര്യം എല്ലാ ആൾക്കാർക്കും ബാധകമാണ്. അതാണ് നമ്മുടെ ഈ റൺവേ. അപ്പൊ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ റൺവേ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളില് ഹെലികോപ്റ്റർ എന്ത് ചെയ്യാം, മേലെ പോയിട്ട് ഹോമിങ് ചെയ്യും. ഒരു സ്ഥലത്ത് ഒരു ഹെലികോപ്റ്റർ നിൽക്കാം, ഇതിന്റെ മേലെ ഹെലികോപ്റ്റർ നിൽക്കും. കണ്ടില്ല, പല പല പ്രോഗ്രാമുകളിലും ഹെലികോപ്റ്റർ പുഷ്പ നടത്താറുണ്ട്. പുഷ്പത്തിലൂടെ ഹെലികോപ്റ്ററിലൂടെ മേലെ. പിന്നെ അതുകൊണ്ടാണ് ഫുഡിലൂടെ ആൾക്കാരെ ഇറക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ട്രാൻസ്പോർട്ട് ഉണ്ട്. പക്ഷെ ഹെലികോപ്റ്ററാണ് കൂടുതൽ. അപ്പൊ ആ കാര്യം വിക്രമാദിത്യാണ്. ഇത് ഭയങ്കരമാണ്. ഇതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ്. ഇതൊക്കെ നമ്മള് അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. പിന്നെ എയർഫോഴ്സ് കുറിച്ച് കൂടുതൽ പറയാം. കാര്യം ഞാൻ എയർഫോഴ്സിലായിരുന്നു. ശരിക്ക് 1800ഓളം എയർക്രാഫ്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന എയർഫോഴ്സിൽ 4 തരം വിമാനങ്ങളുണ്ട്. ഒന്ന് കോമ്പാറ്റ് എന്ന് പറഞ്ഞാൽ ഫൈറ്റേഴ്സ്, യുദ്ധവിമാനങ്ങൾ. അതിൽ ഇന്ത്യയുടെ പദ്ധതി കിട്ടണമെങ്കിൽ കുറെ വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. കാര്യം ഞാൻ വർക്ക് ചെയ്തത് ILS സർവീസ് എന്ന ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 21 വർഷത്തിൽ 3 വർഷം ട്രെയിനിങ് കഴിഞ്ഞാൽ 18 വർഷത്തോളം ഒരാഴ്ചക്ക് 4-5 ട്രിപ്പുകൾ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ ഫ്ലൈറ്റുകളിൽ. ചില സമയത്ത് നമ്മൾ നോക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ബാംഗ്ലൂരിൽ, ലഞ്ച് ബോംബെയിലും, തിരിച്ച് ഡിന്നർ വീട്ടിലായിരിക്കും. നൈറ്റ് ഹോൾട്ടുകളൊക്കെ വളരെ കുറവായിരിക്കും. ട്രാൻസ്പോർട്ട് ഒക്കെ ആയതുകൊണ്ട് മാത്രം. എയർഫോഴ്സ് ജീവിതം എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞു ട്രെയിനിങ് പീരീഡ് ഭയങ്കര രക്ഷമായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ഭയങ്കരമായി എൻജോയ് ചെയ്തു. കുറെ പ്രയാസമായിട്ടുണ്ടാവും. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് കോൾ വരും, ഇതാ എവിടേക്ക് പോകണം, ഒട്ടേറെ എടുത്ത് പോയിക്കൂട, എപ്പോഴും ഒരു ബാഗ് ഇടുകയും. എയർഫോഴ്സിലല്ല, എയർഫോഴ്സ് കുറച്ച് കുറവാണ്. ഞാൻ ശരിക്ക് 15 വർഷം എയർഫോഴ്സിലും 5 വർഷം എയർഫോഴ്സ് ഡെപ്യൂട്ടേഷൻ ഏവിയേഷൻ റിസർച്ച് ഡൽഹിയിലാണ്. അത് ഈ റോഡ് അടങ്ങുന്നതാണ്. അത് നല്ല ജോലിയാണ്. സത്യത്തില് നമ്മുടെ ജോലി കിട്ടുമ്പോൾ വിചാരിക്കുക, ഓ രക്ഷപ്പെട്ടു, ജോലി കിട്ടി, സമാധാനമായി, പഠിക്കണ്ടല്ലോ. അതിനിടയ്ക്ക് അപ്പൊ ഇതേപോലെ ഞാൻ വിചാരിച്ച് ട്രെയിനിലെത്തി വെച്ചപ്പോ എന്റെ മുടി ചെവി കാണില്ലായിരുന്നു. ഇങ്ങനെയാണ്, ഇത്രത്തോളം മുടി ഉണ്ടായിരുന്ന ചെവി കാണുന്ന പണ്ട് അങ്ങനെയായിരുന്നു, ഹിപ്പിച്ചലായിരുന്നു. അപ്പൊ ഇവിടുന്ന് പോകുമ്പോ കുറച്ച് ഡീസന്റ് ആവാൻ വേണ്ടി ലേശം കുടിച്ചു. അവിടെ എത്തിയപ്പോ ചെവിയെല്ലാം അവിടെ ചപ്പാത്തി കണ്ടു. അന്ന് പുള്ളി ഇരുന്ന് കരഞ്ഞു. അങ്ങനെ പിന്നെ 1 മാസം 2 മാസം കഴിഞ്ഞ് അപ്പോഴും എന്റെ മൈൻഡില് വീട്ടിൽ വിളിച്ചിട്ട് എപ്പോഴും വീട്ടിൽ വിളിക്കാനും പറ്റില്ല, കത്ത ഫോണൊക്കെ പിന്നെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം എന്റെ താങ്കളുടെ കാര്യമാണ്. അപ്പൊ ഞാനിങ്ങനെ വിളിച്ചിട്ട് ഫോൺ ഉണ്ടെന്ന് തോന്നുന്നു. 2-3 മിനിറ്റ് അപ്പുറത്തെ കാര്യങ്ങൾ കിട്ടില്ല. അപ്പൊ ഞാൻ വിളിച്ച് പറഞ്ഞു, മാഹിൽ എപ്പോഴാണ് ടീച്ചറെ കുറച്ച് കിട്ടുമെന്ന് പറയുന്നു. ഞാൻ അപ്പൊ അത്ര ഒരു അങ്ങനെ ആരും സമയം അത്ര ടഫായിരുന്നു. പക്ഷെ 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞു നമ്മുടെ ഭാഗ്യത്തിന് പിന്നെ ഈ നടക്കുന്ന സ്ഥലത്തിന് ഒരു വർക്ക് നടക്കായിരുന്നു. അപ്പൊ നമ്മുടെ അക്കോമഡേഷൻ 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആക്കി. അപ്പൊ കുറച്ച് സിക്നസ് കുറഞ്ഞു. 6 മാസം വളരെ സിക്കായി. പക്ഷേ രാവിലെ പരയുണ്ടാവും, ഇലക്ട്രൺ ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ഒരു 5:30 മണിക്ക് എത്തണം, 4:30 മണിക്ക് എഴുതേക്കണം. അത് കഴിഞ്ഞ് 7 മണി വരെ പരേഡ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം 8 മണിക്ക് ക്ലാസ്സാണ്. ട്രെയിനിങ് പീരീഡിന്റെ നോർമൽ ക്ലാസ് 1 മണി വരെ, 5 മണിക്കൂറിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് വന്നാൽ ലഞ്ച് കഴിഞ്ഞാൽ ഈവനിങ് PT. ഇങ്ങനെയായിരുന്നു ഒരു 9 മാസം. 9 മാസം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മാറി, പിന്നെ കുറച്ച് മാറി നമ്മൾ ഒന്ന് സെറ്റായി. രാത്രി 10:30 മണിക്ക് സമയം ഉണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യണം, മസ്കുലറിറ്റി കെട്ടിയിട്ടോ, എല്ലാം സ്ട്രിക്റ്റാണ് ടൈമിങ്. പിന്നെ കൂട്ടി കാര്യങ്ങളൊക്കെ വേണം, എല്ലാം സൈഡിൽ. രാവിലെ റൂമിൽ പോകുമ്പോൾ കിറ്റിലോട്ട് പറയാം, ഓരോ ബാഗ് പോലെ ഉണ്ടാവുക. ട്രെയിനീസ് അല്ലേ, ഒറ്റക്കല്ലേ. ഇതുപോലത്തെ ഒരു സ്ഥലത്ത് ഇത്ര ഉണ്ടാവില്ല, കുറച്ച് വീതി കുറയും. അപ്പുറത്ത് ഇപ്പുറത്ത് കണ്ടിലും ഒരു ഭാഗത്ത് 10, ഒരു ഭാഗത്ത് 10 15. അപ്പൊ ഇരുന്ന് കഴിഞ്ഞാല് നമ്മൾ പോകുമ്പോ എങ്ങനെയാ വേണ്ടത്, ഒരു പൊടി ഇല്ലാതെ ഒരു കബോർഡ് ഉണ്ടാവും. കബോർഡ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് മടക്കടക്ക സ്റ്റൈലുകളുണ്ട്, കുറെ ഫോൾഡിംഗ് ഒക്കെ ചെയ്ത് വെച്ച് നീറ്റായിട്ട്. ഇതൊക്കെ വലിയ പണിയാണ്. ഒരു സാധനം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ ഉടനെ പണിഷ്മെന്റ് വേറെ.
ടൈമിങ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് പണിഷ്മെന്റ് പറയും. കുറെ പണിഷ്മെന്റ് ആയിരുന്നു. ക്രോക്ക് ജമ്പ് അല്ലെങ്കിൽ പിന്നെ കൈ വർക്ക് വെച്ച് ഓടുക. ചിലപ്പോൾ റൈഫിളുടെ വരെ ഉണ്ടാവും. റൈഫിൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റൈഫിൾ വർക്ക് വെച്ച് ഓടുക. ഇതിൽക്കൊക്കെ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ കൃത്യമായി ചെയ്താൽ രക്ഷപ്പെടും. ചിലപ്പോൾ വെറുതെ ചെയ്താലും അറിയാണെങ്കിൽ വേറെ ചെയ്തത് നമ്മൾ ഒന്നും പറയാനില്ല. അതാണ് ഡിഫൻസ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞു. ഒരു കൊല്ലം കഴിഞ്ഞ മൊബൈൽ സെറ്റായി. പിന്നെ മാറി. അങ്ങനെ 2 കൊല്ലമായി 2.5 കൊല്ലമായിട്ട് നേരിട്ട് ട്രെയിനിങ് സെന്ററിലേക്ക് പോയി. അപ്പം വിചാരിച്ച് ആഴ്ചക്ക് വീക്ക്നെസ് ഉണ്ടാവും. വീക്ക്നെസ് തോറ്റാലോ അത് ഫൈൻ, അത് പണിഷ്മെന്റ് വേറെ ഉണ്ടാവും. തോക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും പാസ്സാവും. വീക്ക്നെസ് അപ്പൊ വീക്ക് ടെസ്റ്റ്, ആഴ്ച ടെസ്റ്റ്, അത് കഴിഞ്ഞ് മാസം എക്സാം. അങ്ങനെ 2.5 വർഷം എക്സാമുകളുടെ നേരെയായിരുന്നു. അവിടെ നിന്ന് വിചാരിച്ചു സമാധാനമായി കഴിഞ്ഞല്ലോ. പിന്നെ പോയത് എവിടെയാ? ഈ പറഞ്ഞ IL സർവീസ് എയർക്രാഫ്റ്റിന്റെ ഫ്ലൈറ്റിലേക്ക് ആ സ്ക്വാഡിലേക്ക് പോയപ്പോ അതിന്റെ ട്രെയിനിങ് ആണ്. 4 മാസം അതിന്റെ കോഴ്സാണ്. അതിനെ പഠിപ്പിക്കുക, ആ ഫ്ലൈറ്റ് പഠിപ്പിക്കുക, ബാറ്റ് പഠിപ്പിക്കുക. അത് കഴിഞ്ഞ് അതിന്റെ OJT. അപ്പൊ 6 മാസം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലൈങ് തുടങ്ങി ലെവലില്. പിന്നെ നമ്മള് ഈ എന്നെ പോലെയുള്ള 6 ട്രേഡ്സ്മെൻ ഒപ്പിട്ടാലാണ് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുക. അതാണ് ടെക്നിക്കൽ. എന്റെ ജോലി ടെക്നിക്കലായിരുന്നു. എയർഫ്ലൈറ്റിലായിരുന്നു. എയർഫ്ലൈൻ വെച്ച് ഇലക്ട്രിക് റഡാർ റേഡിയോ വെപ്പൺ ഇതുപോലെ 6 ട്രേഡുകാർ ഫോം 7 ഒപ്പിട്ടാൽ മാത്രമേ ഫയൽ വന്ന് ടേക്ക് ഓഫ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഫയൽ ടേക്ക് ഓഫ് ചെയ്യും. അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ അതിന് ഉത്തരവാദിത്തം ഈ ഒപ്പിട്ട ടെക്നീഷ്യനായിരുന്നു. എന്തെങ്കിലും ഗുണം വന്നാൽ പിന്നെ അതിന്റെ കൂടെ പൊളിറ്റിക്കൽ, അതായത് അതിന്റെ കമ്മിറ്റ്മെന്റ് കൂടെ പോകണം ട്രാൻസ്ഫർക്കാർക്ക്. അപ്പൊ ഇതൊക്കെയാണ് ട്രെയിനിങ്. ഓക്കെ ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു സാധാരണ ദിവസം എങ്ങനെയാണ്? ഇന്ത്യൻ എയർഫോഴ്സിലെ സാധാരണ ദിവസം ട്രെയിനിങ് പീരീഡ് നോക്കണ്ട. ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നോർമൽ എയർഫോഴ്സ് ടൈമിംഗ്, സമ്മർ ടൈമിംഗിൽ വിന്റർ ടൈമിംഗിൽ, സമ്മർ ടൈമിംഗിൽ 7 to 1:30, വിന്റർ ടൈമിംഗിൽ 7 to 1. പിന്നെ ലഞ്ച് ഈവനിങ് 1.5 മണിക്കൂർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ 2 മണിക്കൂർ. ഇതാണ് നോർമൽ. പക്ഷേ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ട്രാൻസ്പോർട്ട്, അവിടെ ഷിഫ്റ്റ് ആയിരിക്കും, ഹോസ്പിറ്റൽ ഷിഫ്റ്റ് ആയിരിക്കും. അതുപോലെ ചില സ്ഥലങ്ങളിൽ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. 24 hours ആയിരിക്കും. ഞാൻ പറഞ്ഞത് നോർമൽ ടൈമിംഗ് ആണ്. പക്ഷെ അല്ലാണ്ട് വേറെ കുറേ ജോലികൾ വേറെ ഉണ്ടാവും. ക്യാൻറ്റീൻ മെസ്സിൽ ഡ്യൂട്ടി ഉണ്ടാവും, മെസ്സിന് അപ്ലൈ ചിലപ്പോൾ. അങ്ങനെ പല പല കുട്ടികൾ വേറെ. അതിന് ടൈമിംഗ് ഇല്ല. അതിന് ചിലത് 24 hours, ചിലത് 7 മാസം. ഓക്കെ, നോർമൽ ടൈമിംഗ് വെരി കംഫർട്ടബിൾ. രാവിലെ 7 മണി മുതൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം 1.5 മണിക്കൂർ PTO, സ്പോർട്സോ അല്ലെങ്കിൽ ക്ലീനിങ്ങോ എന്തെങ്കിലും ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവില്ല. ആഴ്ചയിൽ 6 ദിവസം. ചില ബേസുകളിൽ 1 മണിക്കൂർ വർക്ക് വർക്ക് കൂട്ടിയിട്ട് ആഴ്ചയിൽ അഡ്ജസ്റ്റ് ഉണ്ടാവും. പക്ഷെ ശനിയാഴ്ച വേറെ ഡ്യൂട്ടികളുടെ ഡിഫൻസ് ആണ്. ഓക്കെ, ഏത് വിമാനത്തിൽ പറഞ്ഞു അതിനെ കുറിച്ച് പറയാമോ? ഓക്കെ, പൊതുവെ പറയാം. ഞാൻ പറഞ്ഞ വിമാനം IL സർവീസസ് ആണ്. ഞാൻ അതിലെ ടെക്നീഷ്യൻ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ വർക്ക്. ഇവിടെ നമ്മുടെ കാറും ബസ്സിനൊക്കെ റിപ്പയർ ചെയ്തില്ലേ, ആ റിപ്പയർ പണിയാണ് ഉള്ളത്. ഈ റിപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സിസ്റ്റം ഇവിടുത്തെ പോലെയല്ല. കാര്യം ഈ ഫ്ലൈറ്റ് എവിടെയാണ് പോകുന്നത്? എയറിലാണ്. വളരെ പ്രത്യേകം. അതിന് നമ്മുടെ വണ്ടികളും നമ്മുടെ വണ്ടി കാറൊക്കെ പോകുമ്പോൾ ശരിക്ക് പിന്നെ വെള്ളം ചെക്ക് ചെയ്യണം, ഓയിൽ ചെക്ക് ചെയ്യണം എന്നൊക്കെ പറയില്ല. അവിടെ കുറേ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റ് അനുസരിച്ചിട്ട് എല്ലാ സിസ്റ്റത്തിലും ഓയിൽ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ വീൽസ് ഉണ്ടാവും, ആ വീൽസ് ചെക്ക് ചെയ്യണം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ഞാൻ പറയാം, ഞാൻ വർക്ക് ചെയ്ത എയർക്രാഫ്റ്റിന്റെ പിന്നെ ലെങ്ത് എന്ന് പറയുന്നത് 46.6 മീറ്റർ ആണ്. അതിന്റെ വിട്ട് 50.5. വിട്ട് കൂടാൻ കാരണം ശരിക്കും നമ്മൾ സാധാരണ പറയാതെയാണ്. കാര്യം നോസ് ടു ടേക്ക് 46.6 മീറ്റർ, വിങ് ടു വിങ് 50.5 മീറ്റർ ആണ്. അതിന്റെ ടാങ്ക്, ഫ്യൂൽ ടാങ്ക് ഒക്കെ ഉള്ളത് വിങ്ങിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 90 ടൺ ഫ്യൂലാണ്. ഇതിന്റെ പേലോഡ് എത്ര ലോഡ് കൊണ്ടുപോകാം എന്ന് ചോദിച്ചാൽ 45 to 50 ടൺ ലോഡ് കൊണ്ടുപോകാം ഈ എയർക്രാഫ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞു അതിന്റെ ആംബുലൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ പാസഞ്ചർ നിങ്ങൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? കുറേ വെല്ലുവിളികളുണ്ട്. അതൊക്കെ
എന്താ പറഞ്ഞാല് നമ്മളിപ്പോ ഞാൻ പറഞ്ഞു നമ്മൾ ഒപ്പിട്ടാൽ മാത്രമേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുള്ളൂ. ഒരു ഫ്ലൈറ്റ് ഇഷ്യൂ വരുമ്പോ ഒരു പല പ്രോബ്ലംസ് വന്നുകൊണ്ടേ ചിലതിന്റെ അണ്ടർഗ്രേഡ് വീല് ചിലപ്പോ വേസ്റ്റ് ആവും, ലാൻഡിംഗ് സംഭവിക്കും. ആ സമയങ്ങളിലൊക്കെ ഒപ്പിട്ട ആൾക്കാരൊക്കെ ഔട്ട് ഓഫ് എൻക്വയറി കേസ് ചെയ്യണം. നമ്മുടെ ലീഗൽ രാജ്യത്ത് ARC വെച്ച് ഞാൻ എല്ലാ വണ്ടി ഓടി നമ്മളെ ഒരു ഫ്ലൈറ്റിന് വന്നിട്ട് ഒരു വണ്ടി തട്ടി. ആ വണ്ടി തലേദിവസം വൈകുന്നേരം എടുത്ത വണ്ടിയായിരുന്നു. പെട്ടെന്ന് പൊസിഷൻ ചെയ്തായിരുന്നു എസ്പൗ പൊസിഷൻ ചെയ്യുമ്പോൾ ബ്രേക്ക് ഫെയിലർ ആയിട്ട് വണ്ടി വന്ന് തട്ടി വണ്ടി ഒരു ഫ്ലൈറ്റിനാണ് ഡാമേജ് ആയത്. അതൊരു കോട്ടപ്പേക്ക് നടന്നു. കോട്ടപ്പേക്ക് എന്നെ വിളിച്ചു പോലില്ല. അതായിരുന്നു ഞാൻ വളരെ സിൻസിയർ പറഞ്ഞായിരുന്നു. കോട്ടപ്പേക്ക് നടത്തി. പിന്നെ കുറെ കൊല്ലങ്ങളായി ഒരു 7 lakhs വർക്ക് കോൺട്രാക്ട് കൊടുത്തു. എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തു. എന്നെ വിളിച്ചിട്ട് അതിനോട് ഒപ്പം വന്നിട്ട് കൊടുത്തു. അത്രയ്ക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായ സ്ഥലമായിരുന്നു ARC. പക്ഷെ അതെന്റെ മനസ്സിന് ഇന്നും താങ്ങുന്ന സംഭവമാണ്. കാര്യം എന്റെ തെറ്റാ മനസ്സിലായി. പക്ഷെ സംഭവിച്ചത് വലിയൊരു തെറ്റാണ്. അത് ആ ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ARC സത്യത്തിൽ ആ വെല്ലുവിളി ഭയങ്കരമായിട്ട് പ്രശ്നത്തിൽ രക്ഷപ്പെട്ടു. അങ്ങനെ കുറെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവസാനത്തെ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. എയർഫോഴ്സ് ജീവിതമാണോ അധ്യാപന ജീവിതമാണോ സാറിന് കൂടുതൽ ഇഷ്ടം? ഒരു സംശയമില്ല എയർഫോഴ്സ് ജീവിതം. പക്ഷെ രണ്ടാണ്. ഒരു മൈൻഡാണ്. നമ്മൾ നിങ്ങളൊക്കെ ഇവിടെയില്ലേ, നിങ്ങൾക്ക് പലരും എയർഫോഴ്സിലോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനായിരിക്കാം താല്പര്യമുണ്ടെങ്കിൽ. പക്ഷെ ഡിഫൻസിനുള്ള കുറെ നെഗറ്റീവ് ഡിഫൻസ് ആണ്. ഇവിടെ നമുക്ക് കൃത്യമായി പരിഹരിക്കാൻ പറ്റും. പക്ഷെ ഡിഫൻസിൽ നമ്മുടെ സീനിയർ കേട്ടേ പറ്റുന്നത് അവർ പറഞ്ഞത് നമ്മൾ ചെയ്യണം, അംഗീകരിക്കണം. ഈവൻ തെറ്റാണെങ്കിൽ പോലും. പക്ഷേ ഏവിയേഷനത് പറ്റില്ല. നമുക്ക് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതികളുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്, അത് ഫോളോ ചെയ്യണം. ചിലപ്പോൾ നമുക്ക് ഡൈജസ്റ്റ് ആവില്ല. പക്ഷേ ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമുക്ക് അത്രയും പ്രശ്നങ്ങളില്ല. എന്തായാലും ഗവൺമെന്റ് സർവീസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. എന്നാൽ പോലും രണ്ടാണ് നമ്മുടെ മൈൻഡ് പോലെയാണ്. ഞാൻ ഇഷ്ടപ്പെട്ടത് എയർഫോഴ്സ് ജീവിതമാണ്. ടീച്ചേഴ്സ് ജീവിതം മോശമായിട്ടില്ല. ഞാൻ ടീച്ചർ ജോലിയിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു.